നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് പ്രിയ രാമൻ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങി പ്രമുഖ സൗത്ത് ഇന്ത്യൻ നായകന്മാർക്കൊപ്പമെല്ലാം പ്രിയ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിൽ നായികാ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയ പിന്നീട് തമിഴിലാണ് സജീവമായത്. പ്രിയയുടെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഇടയ്ക്ക് നടൻ രഞ്ജിത്തുമായി വിവാഹിതയായ നടി അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു. ചന്ദ്രോത്സവം, നാട്ടുരാജാവ്, രാജമാണിക്യം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളിക്ക് സുപരിചിതനായ നടൻ രഞ്ജിത്തിനെയാണ് നടി വിവാഹം കഴിച്ചത്. പ്രണയവും വിവാഹമോചനവും പ്രിയയുടെ ജീവിതത്തെ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് പ്രിയ രാമൻ. ഇടയ്ക്ക് രഞ്ജിത്തും പ്രിയയും ബന്ധം വേർപ്പെടുത്തിയെങ്കിലും വീണ്ടും ഒരുമിച്ചു. ഇപ്പോഴത്തെ ബിഗ് ബോസ് തമിഴിൽ മത്സരിച്ച് പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ഒരു വീഡിയോ വൈറലാവുകയാണ്. മാസങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ തന്റെ സ്നേഹം പൊതുവേദിയിൽ വെച്ച് രഞ്ജിത്ത് പ്രിയയ്ക്ക് നേരെ കാണിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് താരങ്ങൾ ഡിവോഴ്സ് ആയതിനെ പറ്റിയും അതിനുശേഷം തിരികെ വീണ്ടും ഒരുമിച്ചതിനെ കുറിച്ചുമൊക്കെ ആരാധകർ തിരിച്ചറിയുന്നത്. അത്തരത്തിൽ താരങ്ങളെക്കുറിച്ചുള്ള ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു: ഇവരുടെ സ്നേഹപ്രകടനം എത്ര വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടെന്ന് എനിക്കൊരു ഓർമ്മയുമില്ല. അല്ലെങ്കിലും കളത്തിൽ രാമനുണ്ണിക്ക് സ്നേഹിക്കാനേ അറിയൂ. അത് ബിഗ് ബോസിൽ ഉള്ളപ്പോഴുള്ള വീഡിയോ ആണ്. അവർ ഡിവോഴ്സിന് ശേഷം ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്ത് പറയണമെന്നറിയില്ല. അത്രയ്ക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചു തോന്നിയ വീഡിയോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതിനിടെ രഞ്ജിത്തിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും ചിലർ പറഞ്ഞു. രഞ്ജിത്ത് പ്രിയയെ 1999 വിവാഹം കഴിച്ചു. പക്ഷേ 2014 KR വിജയയുടെ സഹോദരിയും നടിയുമായ KR സാവിത്രിയുടെ മകൾ രാഗസുധയുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെ തുടർന്ന് പ്രിയയുമായി പിരിഞ്ഞു. 2014 ഇരുവരും ബന്ധം വേർപിരിഞ്ഞു. ശേഷം രാഗസുധയെ വിവാഹം കഴിച്ചെങ്കിലും പക്ഷേ ആ ബന്ധം 1 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. പ്രിയ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു. ഇതിനിടെ രോഗബാധിതനായ രഞ്ജിത്തിനെ 3 വർഷങ്ങൾക്ക് ശേഷം പ്രിയ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി. അവരുടെ നല്ല മനസ്സ് എന്നാണ് ഒരു ആരാധകൻ കുറിക്കുന്നത്. കോവിഡ് കാലത്തായിരുന്നു ഇവർ വീണ്ടും വിവാഹം കഴിക്കുന്നത്. ഭർത്താവുമായി പിരിഞ്ഞു നിന്ന സമയത്ത് പ്രിയ രാമൻ വേറെ കല്യാണം കഴിച്ചിരുന്നില്ല. രഞ്ജിത്ത് വേറെ വിവാഹ ജീവിതത്തിലേക്ക് പോയെങ്കിലും ആ ബന്ധം വേർപ്പെടുത്തി വീണ്ടും പ്രിയയ്ക്കൊപ്പം ജീവിച്ചു തുടങ്ങി. ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് മറ്റൊരു കമന്റും ഉണ്ട്. നേസം പുതുസ് എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്തും പ്രിയയും പ്രണയത്തിലാകുന്നത്. വൈകാതെ ഇരുവരും വിവാഹിതരായി. രഞ്ജിത്തുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം പ്രിയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. 100% പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഞാൻ വേർപിരിയാൻ തീരുമാനിച്ചത്. ഇതിൽ നാടകീയമായി ഒന്നുമില്ല. വിവാഹമോചനം അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. മാനസികമായും വൈകാരികമായും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ഞാൻ ഒരുപാട് കരഞ്ഞു. രഞ്ജിത്തിനും പ്രിയ രാമനും 2 ആൺമക്കളുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മക്കളുടെ ഉത്തരവാദിത്തം പ്രിയ ഏറ്റെടുക്കുകയായിരുന്നു. 2014 വിവാഹമോചിതരായ പ്രിയയും രഞ്ജിത്തും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 22ാം വിവാഹ വാർഷിക ദിനത്തിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ച വിവരം ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാധകരുടെ സ്നേഹാശംസകൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം വളരെ മനോഹരമാക്കിയിരിക്കുന്നു. പ്രിയ രാമനെ ആലിംഗനം ചെയ്തുള്ള ചിത്രങ്ങൾക്കൊപ്പം രഞ്ജിത്ത് കുറിച്ചത് ഇങ്ങനെയായിരുന്നു. മറ്റൊരു വീഡിയോയിൽ തന്റെ ഭർത്താവാണ് രഞ്ജിത്ത് എന്നും പ്രിയ പറഞ്ഞിരുന്നു. പ്രിയ രാമൻ തന്റെ പേരിനൊപ്പം സർനെയിമായി രഞ്ജിത്ത് എന്നും ഇപ്പോൾ നൽകുന്നുണ്ട്. മലയാളത്തിൽ കൂടുതലും വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന രഞ്ജിത്ത് തമിഴിലാണ് സജീവമായി അഭിനയിച്ചത്. ഇടയ്ക്ക് സിനിമയിൽ നിന്നും സീരിയലുകളിലേക്ക് മാറിയ നടൻ അവിടെയും സജീവമായിരുന്നു. നടൻ വിജയ് സേതുപതി അവതാരകനായി ബിഗ് ബോസ് തമിഴിന്റെ 8ാം സീസണിൽ രഞ്ജിത്ത് മത്സരിച്ചിരുന്നു. ഷോയിലേക്ക് പോയതിനു ശേഷം ഭർത്താവിനെ കുറിച്ച് സംസാരിച്ച് പ്രിയ രാമൻ തന്നെ രംഗത്ത് വന്നിരുന്നു.